രാഹുലെ, ട്രംപ് അധികാരത്തിലേക്ക് എത്തി. അപ്പോൾ തന്നെ അമേരിക്ക ഒരു വെട്ടിനിരത്തൽ ആരംഭിച്ചു എന്ന് പറയാം. ട്രംപിന്റെ ആദ്യത്തെ നിയമ നടപടിയായി ട്രംപ് മുന്നോട്ട് വെക്കുന്നത് അനധികൃതമായി അമേരിക്കയിൽ താമസിക്കുന്നവരെ തിരിച്ച് മാതൃരാജ്യങ്ങളിലേക്ക് പറഞ്ഞയക്കുക എന്ന് പറയുന്ന ഒരു തീരുമാനത്തെയാണ്. അതിൽ ഇന്ത്യക്ക് അതൊരു തിരിച്ചടിയാകും എന്നുള്ളതാണ്. കാരണം ഏതാണ്ട് 20,000-ത്തിലധികം ഇന്ത്യൻ മനുഷ്യരെ അല്ലെങ്കിൽ ഇന്ത്യൻ വംശജരായ മനുഷ്യരെ തിരിച്ച് ഇന്ത്യയിലേക്ക് പറഞ്ഞയക്കും, ചാർട്ടർഡ് ഫ്ലൈറ്റുകളിൽ പറഞ്ഞയക്കും എന്നുള്ളൊരു തീരുമാനം ട്രംപ് എടുത്തിട്ടുണ്ട്. ഇതിനെ എങ്ങനെ ഇന്ത്യ സർക്കാർ കാണുന്നു? അല്ലെങ്കിൽ മോദി എന്ന് പറയുന്നത് ട്രംപിന്റെ അടുത്ത കൂട്ടുകാരനാണ്. എങ്ങനെയാണ് മോദി ഇതിനെ എടുക്കുക? അല്ല, എനിക്ക് തോന്നുന്നു ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയുമായി ഏറ്റവും നല്ല ബന്ധമുള്ള ഒരു രാജ്യമാണ് അമേരിക്ക. അതും മോദിയെ സംബന്ധിച്ച് മോദിയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരാളാണ് ഡൊണാൾഡ് ട്രംപ്. പക്ഷെ അതേ സമയം തന്നെ ഒരു രാജ്യത്തിന്റെ ഒരു രീതി അനുസരിച്ച് അവിടെ കുടിയേറ്റക്കാർ കൂടുമ്പോഴാണ് വിഷയങ്ങൾ കൂടുന്നത്. നമുക്കറിയാം, അമേരിക്കയെ സംബന്ധിച്ച് അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ വിഷയങ്ങൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കുടിയേറ്റക്കാരെ സംബന്ധിച്ച് അവിടെ സമരങ്ങളും ബഹളങ്ങളുമായിട്ട് മറ്റുള്ള രാജ്യക്കാരെ ആക്രമിക്കുന്ന രീതിയിലേക്ക് വരെ അവിടുത്തെ ജനങ്ങൾ പോകുന്ന ഒരു സ്ഥിതിയിലേക്ക് ഇപ്പം പോകുന്നുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ കുടിയേറ്റം തന്നെയാണ്. ഇപ്പം ഇന്ത്യയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അമേരിക്കയിലെ മൂന്നാമത്തെ ഏറ്റവും വലിയ കുടിയേറ്റക്കാർ ഇന്ത്യക്കാർ തന്നെയാണ്. അതാണ് ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും വലിയ വിഷയം. അങ്ങനെ വരുമ്പോൾ ഇന്ത്യ ഒരു ബാധ്യത തന്നെയാവും അമേരിക്കയ്ക്ക്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ ഇതിനെ അപ്രോച്ച് ചെയ്യുന്നത്. ഈ 20,000 കുടിയേറ്റക്കാരെ ഞങ്ങൾ രാജ്യത്തേക്ക് തിരിച്ചു കൊണ്ടുവരാം എന്നുള്ള ഒരു രീതിയിലേക്ക് ഇന്ത്യ വരുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം സമീപനമാണ് എടുക്കുന്നത്. അതെ, ഇനി അത് കടുപ്പിച്ചു കഴിഞ്ഞാൽ, ഞങ്ങൾ ഏറ്റെടുക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബന്ധം വഷളാകും. നമുക്കറിയാലോ, അമേരിക്കയെ സംബന്ധിച്ച് ട്രംപിന് എത്ര സ്നേഹമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും പുള്ളിയുടെ വെച്ച് ഒരു അപ്പൊ ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും നല്ലത് അമേരിക്കയുമായിട്ട് നല്ലൊരു മയത്തിൽ നല്ല സൗഹൃദത്തിൽ തന്നെ പോവുക. അമേരിക്ക വെക്കുന്ന എല്ലാ സ്റ്റേറ്റ്മെന്റുകളും അംഗീകരിച്ച് മുന്നോട്ട് വിടുക. അത് മറ്റൊരു കാര്യമുണ്ട്. നമുക്കറിയാം, ഇന്ത്യക്കാരാണ് ഏറ്റവും കൂടുതൽ അമേരിക്കയിൽ ഉള്ളത്. മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യയിൽ നല്ലൊരു വിഭാഗം ആളുകൾ അമേരിക്കയിലുണ്ട്. അപ്പം അനധികൃതമല്ലാതെ കുടിയേറ്റപ്പെട്ട ആളുകൾക്ക് അല്ലെങ്കിൽ അനധികൃതമല്ലാതെ ജോലിക്കൊക്കെ പോയിട്ടുള്ള ആളുകൾക്ക് ഇതൊരു ബുദ്ധിമുട്ടാവും. അപ്പം ഇന്ത്യ പറയുകയാണ്, ഞങ്ങൾക്ക് അവരെ സ്വീകരിക്കാൻ കഴിയുകയില്ല, നിങ്ങൾ അവരെ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ എന്നൊരു സ്റ്റേറ്റ്മെന്റിലോട്ടൊക്കെ ഇന്ത്യ പോയി കഴിഞ്ഞാൽ അമേരിക്ക കടുത്ത നടപടികളിലേക്ക് പോകും. എത്ര സുഹൃത്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവർക്ക് അവരുടെ രാജ്യം തന്നെയാണ് വലുത്. ഈ രാജ്യങ്ങൾ തമ്മിലുള്ള സുഹൃത്ത് ബന്ധം എന്ന് പറയുന്നത് അത് സുഗമമായിട്ടൊരു ബിസിനസ് നടന്നു പോകാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു ഫണ്ടുകൾ കൃത്യമായി ട്രാൻസ്ഫർ ചെയ്ത് ഇവരുടെ രാജ്യത്തുള്ള കാര്യങ്ങൾ കൃത്യമായി നടന്നു പോകാൻ വേണ്ടി മാത്രമാണ് ആ ഒരു സൗഹൃദം. അതിനപ്പുറത്തേക്ക് എല്ലാവർക്കും അവരവരുടെ രാജ്യമാണ്. ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് നമുക്ക് അമേരിക്കയെക്കാളും വലുത് ഇന്ത്യ തന്നെ അല്ലേ? നമ്മള് ഇപ്പൊ ഇവിടെ എന്തെങ്കിലും നിയമ നടപടി എടുക്കുമ്പം അമേരിക്ക നോക്കിയാണോ നമ്മൾ എടുക്കുന്നത്? അല്ല, ഇന്ത്യൻ ജനാധിപത്യത്തിന് അല്ലെങ്കിൽ ഇന്ത്യയിലെ ജനങ്ങൾക്ക് അതെ നമുക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങളായിരിക്കും നമ്മൾ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അമേരിക്കയും ആ ഒരു രീതിയിൽ തന്നെ പോകും. അത് ഇന്ത്യക്ക് കൃത്യമായിട്ട് അറിയാം. ജയശങ്കർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്ത്യയുമായി ബന്ധപ്പെട്ടുള്ള ഈ കാര്യങ്ങൾക്ക് ഒരു അയവ് വരും. ഈ മാറ്റങ്ങൾ ഇന്ത്യ അംഗീകരിക്കുന്നു എന്നാണ് പറയുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ഷെ അംഗീകരിക്കുന്നു എന്ന് പറയുന്നില്ല, ഉഭയകക്ഷി ചർച്ചകൾ നടത്താം. ഒരു ചർച്ച നടത്തിയതിനു ശേഷം തീരുമാനത്തിലേക്ക്, എന്ന് വെച്ചാൽ ട്രംപിനെ വെറുപ്പിക്കാതെ എങ്ങനെ ഇതിനെ നേരിടാം. ഇപ്പൊ 20,000 പേരെ നിലവിലാണ് കണ്ടെത്തിയിട്ടുള്ളത്. 20,000 പേരല്ല, ഏകദേശം 15 ലക്ഷത്തിന് മുകളില് കുടിയേറ്റക്കാർ, അനധികൃത കുടിയേറ്റക്കാർ ഉണ്ട് എന്നാണ് ഒരു കണക്ക് വരുന്നത്. അപ്പൊ ഈ 15 ലക്ഷം ആളുകളെ ഇന്ത്യയിലേക്ക് വീണ്ടും തിരിച്ചെത്തിക്കുമ്പോൾ ഒരു ബാധ്യത ഒന്ന് ആലോചിച്ചു നോക്കും. ഒന്നാമത് അത് എങ്ങനെ എത്തിക്കുന്നതിൻ്റെതായ സാമ്പത്തിക ബാധ്യതകളുണ്ട്. രണ്ടാമത് ഇവരെ അക്കോമഡേറ്റ് ചെയ്യേണ്ട ഒരു വലിയ പ്രശ്നമുണ്ട്. കാരണം 15 ലക്ഷത്തോളം ആളുകളെ അക്കോമഡേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. അപ്പോൾ ഇതൊക്കെ ഇന്ത്യയെ സംബന്ധിച്ച് വെല്ലുവിളികൾ തന്നെയാണ്. പക്ഷേ എന്നാൽ ഡൊണാൾഡ് ട്രംപുമായും അമേരിക്കയുമായുള്ള ബന്ധത്തിൽ വിള്ളൽ വരുത്താൻ മോദിയും ഇന്ത്യൻ സർക്കാർ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരും തയ്യാറാകത്തില്ല. അത് മാത്രമല്ല, അപ്പൊ ഈ അനധികൃതമായിട്ട് അല്ലാതെ കുടിയേറ്റ് അവിടെ ജോലിക്കൊക്കെ ആയിട്ട് പോയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അവരുടെ അവസ്ഥ വളരെ മോശം. അപ്പൊ നമുക്കറിയാം, ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ ഇപ്പൊ അമേരിക്കയിലൊക്കെ പഠിക്കാൻ പോകുന്നുണ്ട്. നമുക്കറിയാം, നമ്മുടെ ചുറ്റുള്ള എല്ലാവരും പോകുവാണെങ്കിൽ അമേരിക്ക, യൂറോപ്പ് അതുപോലുള്ള രാജ്യങ്ങളിലേക്കാണ് ഇപ്പൊ പോകുന്നത്. അപ്പൊ അങ്ങനെ പോകുന്ന വിദ്യാർത്ഥികൾക്ക് അത് വലിയൊരു ബുദ്ധിമുട്ടാവും. അവിടെ ജോലി ചെയ്ത് വർഷങ്ങളായിട്ട് താമസിച്ചു വരുന്ന ആളുകൾക്ക് അത് വലിയൊരു ബുദ്ധിമുട്ടാവും. ഇപ്പം തന്നെ ഒരു പുതിയ വാർത്ത വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, അവിടുത്തെ ഇന്ത്യൻ ദമ്പതികള് ഫെബ്രുവരി 20 മുമ്പിട്ട് പ്രസവിക്കാൻ വേണ്ടിയിട്ട് സിസേറിയനൊക്കെ ഓപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഒരു എന്താ പറയാ, അമേരിക്കൻ സിറ്റിസൺഷിപ്പ് അത്രയും പ്രാധാന്യമുള്ള ഒരു സിറ്റിസൺഷിപ്പ് ആണത്. അത് ലഭിക്കുക എന്ന് പറയുന്നതാണല്ലോ
അവിടെ ആരോഗ്യത്തെ കുറിച്ച് പക്ഷെ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ എന്താ പറയാ ബുദ്ധിയില്ലായ്മ എന്നേ പറയുന്നത്. കുഞ്ഞിന്റെ ആരോഗ്യത്തിനാണ് നമ്മളെപ്പോഴും പരിഗണന നൽകേണ്ടത്. അത് നോക്കാതെ ഒരു സിറ്റിസൺഷിപ്പിന് വേണ്ടി സിസേറിയൻ ചെയ്യുക. അമേരിക്കയിൽ ഒരു സിറ്റിസൺഷിപ്പ് വേണമെന്ന് കുട്ടിക്ക് ആരോഗ്യം ഉണ്ടായാലേ സിറ്റിസൺഷിപ്പ് ഉണ്ടായിട്ട് കാര്യമുള്ളൂ എന്നുള്ള വലിയൊരു ചോദ്യമുണ്ട്. അത് ഞാൻ അതിന്റെ ഇമോഷണൽ തലം പറഞ്ഞതാണ്. അവരുടെ ഒരു നയപരമായ തന്ത്രമായിരിക്കാം അത് എന്നുള്ളതാണ്. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചാണെങ്കിൽ അമേരിക്കയും ഇന്ത്യയും ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ്. ഇപ്പൊ നമുക്കറിയാം ട്രംപിന്റെ ഈ ആരോഹണ ചടങ്ങിൽ തന്നെ ഫ്രണ്ട് ബെഞ്ചിലായിരുന്നു നമുക്ക്. അതെ, ഏറ്റവും ആദ്യത്തെ സീറ്റ് എസ് ജയശങ്കറിനാണ് കൊടുത്തത്. ഒപ്പം തന്നെ ഈ ട്രംപിന്റെ സ്റ്റേറ്റ് സെക്രട്ടറി ചുമതലയേൽക്കപ്പെട്ടതിന് ശേഷം ആദ്യം ചർച്ച നടത്തിയ രാജ്യങ്ങളിൽ ഒന്ന് ഇന്ത്യയാണ്. കാരണം കൃത്യമായി ഇന്ത്യ എസ് ജയശങ്കറിനോടാണ് ഒരു ചർച്ച നടത്തിയിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഈ ട്രംപ് ബിസിനസ്സുകാരെ എല്ലാം വിളിച്ചു കൂട്ടുന്നുണ്ട് എന്നത് വലിയൊരു കാര്യമാണ്. ഇപ്പം ഇന്ത്യയെ സംബന്ധിച്ച് തന്നെ നമ്മുടെ അംബാനിയുടെ ഭാര്യ ഇവരെല്ലാം തന്നെ ആ ഒരു ചടങ്ങിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുക, ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാരെ സപ്പോർട്ട് ചെയ്തു പോകുന്ന ഒരു രാജ്യം തന്നെയാണ്. പക്ഷേ അമേരിക്ക ഇന്ത്യയെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇതിന്റെ ഭാഗമായിട്ടാണെങ്കിൽ പോലും കുറച്ച് നെഗറ്റീവ് സാധനങ്ങൾ ഇന്ത്യയിലേക്ക് എത്തിപ്പെടുന്നുണ്ട്. കാരണം ഇപ്പോ നമ്മൾ ഒരു രീതിയിൽ ഈ അനധികൃത കുടിയേറ്റം തെറ്റാണ്, അതുകൊണ്ട് ആളുകളെ തിരിച്ചയക്കുന്നത് ന്യായമാണ്. പക്ഷെ അത് ഇന്ത്യയെ ബാധിക്കാവുന്നവർ. ഒപ്പം തന്നെ പാരീസ് ഉടമ്പടിയിൽ നിന്ന് അമേരിക്ക പിന്മാറി, അതും ഇന്ത്യക്ക് വെല്ലുവിളി തന്നെയാണ്. അങ്ങനെ ഇത്തരത്തിൽ അമേരിക്ക നടത്തുന്ന ഒരുപാട് കാര്യങ്ങൾ, കാരണം നമുക്ക് ട്രംപിന്റെ സ്വഭാവം നമുക്കറിയാം, കണിശക്കാരനാണ് ട്രംപ്. ട്രംപ് ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തിന് വെട്ട് എന്നുള്ള ഒരു രീതിയിലാണ് ട്രംപിന്റെ ഒരു ബിഹേവിയർ ഇരിക്കുന്നത്. അപ്പോൾ ഈ ട്രംപിന്റെ ചില കാര്യങ്ങൾ ഇന്ത്യക്ക് അംഗീകരിക്കാൻ പറ്റില്ലെങ്കിൽ പോലും അത് അംഗീകരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലാണ് മോദി നിൽക്കുന്നത് എന്നുള്ളതാണ്. അത് തീർച്ചയായും ശരിയായിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷെ നമുക്ക് നമ്മുടേതായിട്ടൊരു നിലനിൽപ്പുണ്ട്. ഇപ്പം അമേരിക്ക നമുക്ക് പിണക്കി കഴിഞ്ഞാൽ അത് അത്ര നല്ലതല്ല ഇന്ത്യയെ കണ്ട്. കാരണം അമേരിക്കയുമായിട്ടുള്ള ബന്ധം വഷളാകുന്നതിനനുസരിച്ച് നമുക്കറിയാം നമ്മുടെ പൈസകളെല്ലാം വരുന്നത് വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെയുള്ള ഫണ്ടുകളിൽ നിന്നാണ് നമ്മുടെ രാജ്യം വളർന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് എല്ലാ രാജ്യങ്ങളും വളരുന്നത്. പക്ഷെ അങ്ങനെ വരുമ്പോൾ ഈ അമേരിക്കയുമായിട്ടൊക്കെ നമ്മൾ അത്രത്തോളം ബ്രിക്സ് രാജ്യങ്ങളിൽ നിന്നുള്ള സാധനങ്ങളുടെ ഇമ്പോർട്ടിലും എക്സ്പോർട്ടിലും ഒക്കെ അമേരിക്ക ഇനി മുതൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരികയാണ്. ഇന്ത്യ എന്ന് പറയുന്നത് ബ്രിക്സ് രാജ്യങ്ങളിൽ പെടുന്ന ഒരു രാജ്യമാണ്. അപ്പൊ അതും ഇന്ത്യയെ ബാധിക്കാൻ പോകുന്ന ഒരു വിഷയമാണ്. പക്ഷെ അതിനെങ്ങനെയായിരിക്കും ഇന്ത്യ അമേരിക്കയുമായി സംയമനത്തിലെത്തുക? എനിക്ക് തോന്നുന്നു ജയശങ്കർ പറഞ്ഞിട്ടുള്ളത് അമേരിക്കയുമായിട്ട് നമുക്ക് ആ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്ത് മുന്നോട്ട് പോകാമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. കാരണം ഒറ്റടിക്ക് നമുക്ക് ഇതിനകത്തെല്ലാം ഒരു തീർപ്പുണ്ടാക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല. അതെല്ലാം വലിയ വലിയ അന്താരാഷ്ട്ര കാര്യങ്ങളാണ്. നമ്മുടെ രാജ്യങ്ങളെ തന്നെ അതൊരു ബാധിക്കുന്ന വിഷയങ്ങളാണ്. അപ്പൊ ഇതെല്ലാം ചർച്ച ചെയ്ത് തന്നെ പരിഹരിക്കുമെന്നാണ്. നമുക്ക് എന്തായാലും കാത്തിരുന്ന് നോക്കാം.